ഇവർ പറയും UGC ഗ്രാന്റ്, ഇവർ പറയും 750 കോടി. ഇവർ ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല. 750 കോടി ഇപ്പൊ നമുക്കറിയാലോ, കോളേജിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോളേജ് അധ്യാപകർ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ സ്കെയിൽ അനുസരിച്ചുള്ള വിഹിതമാണ് 750 കോടി. എന്തുകൊണ്ട് ഇവർ ഈ കണക്ക് കൊടുക്കുന്നില്ല? ഉച്ചക്കഞ്ഞി വിതരണം നോക്കൂ, കേരളത്തിലെ HMമാർക്ക് 100 കോടി ബാധ്യതയാണ് സർക്കാർ കൊടുക്കാനുള്ള 100 കോടി രൂപ. പാവപ്പെട്ട മക്കളുടെ ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അന്നത്തിന് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് HMമാർ പണം ചെലവാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. 100 കോടി അവരുടെ കേസ് നടക്കുകയാണ് ഹൈക്കോടതിയിൽ. എന്താ പ്രശ്നം? അവിടെയും പ്രശ്നം ഇതാണ്. ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൃത്യമായിട്ട് വകമാറ്റുന്നു. 2 തൊഴിലുറപ്പ് പദ്ധതി നോക്കൂ, ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിന് പണം കിട്ടുന്നത് അടിസ്ഥാന വികസന ക്ഷേമമാണല്ലോ. കേന്ദ്ര സർക്കാർ നൽകുന്ന കേന്ദ്രത്തിൽ 303 രൂപയാണ്. ഈ 300 രൂപ ഒരു വ്യക്തിക്ക് കേരളത്തിൽ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 28 ലക്ഷം പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയിലുള്ളത്. ഈ പണം വകമാറ്റുന്നു. സകല പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് പണം വകമാറ്റി ചെലവഴിക്കുമ്പോൾ കേന്ദ്രം ഇടപെടുന്നു. ഇടപെടാൻ കാരണം കൃത്യമായിട്ട് CAG ഉണ്ടല്ലോ. നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയും മാത്രമല്ലല്ലോ, നമുക്കൊരു ബോഡി എന്ന രീതിയിൽ CAG കേന്ദ്രത്തിനുമുണ്ട്. ഇത് നരേന്ദ്രമോദി സർക്കാരിന് ബാധ്യതയുണ്ട്. നിങ്ങൾ കടമെടുത്ത പണം ഇപ്പൊ കടമെടുത്ത പണം വിവിധ മേഖലയിൽ ചെലവഴിക്കുന്നു. ആ പണത്തിന്റെ കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ കണക്ക് ചോദിക്കുന്നു, ഇവിടുത്തെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കുന്നു, ആരോഗ്യ മേഖല ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കുന്നു. ഇത് ചോദിക്കൊണ്ട് സമരം നടത്തിക്കൊണ്ട് കാര്യമില്ല. നിങ്ങൾ കണക്കുകൾ അവതരിപ്പിക്കൂ. ഇപ്പൊ നേരത്തെ ഷാജഹാൻ സാർ പറഞ്ഞല്ലോ, 30,000 കോടി രൂപ ഈ കേരളത്തിലെ വൻകിട കുത്തകകളിൽ നിന്ന് പിരിച്ചെടുക്കാനുണ്ട് ഈ സർക്കാരിന്. നോക്കൂ, സ്വർണ്ണ മേഖല, അത് മാത്രമല്ല ബാറ് മേഖല, പാട്ടമേഖല, കോറി മേഖലയിൽ 30,000 കോടി രൂപ ഉണ്ട്. ഇത് IC ബാലകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ധനകാര്യമന്ത്രി പറഞ്ഞ ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ഈ 30,000 കോടി രൂപ പിരിച്ചെടുക്കാൻ ഇവർ ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? വൻകിട കുത്തകകളെ എന്തിനാണ് ഈ സർക്കാർ? അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സർക്കാരല്ലേ? പാവപ്പെട്ടവന് കിറ്റ് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നവരെന്ന് പറയുന്നവര് 30,000 കോടി രൂപ പിരിച്ചെടുക്കാൻ എന്തിനാണ് പഠിക്കുന്നത്? ഈ 30,000 കോടി പിരിച്ചെടുത്താൽ തന്നെ കേരളത്തിന്റെ പകുതി പ്രശ്നം ഇവിടെ അവസാനിച്ചു. എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? അപ്പൊ കുത്തകൾക്ക് വേണ്ടി പാവപ്പെട്ടവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. ഈ പ്രശ്നത്തിന് അടിസ്ഥാനപരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രക്ഷോഭം എന്ന് നടത്തുന്ന സമയത്ത് ഈ പരിപാടിയല്ലേ ഇവിടെ ധനകാര്യം വന്നിട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നോക്കൂ, നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും അസത്യം ഒരു നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ, പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പണം കടമെടുത്തോട്ടെ, കുഴപ്പമില്ല. പണം കടമെടുത്തത് ഇപ്പോഴാണ് സത്യത്തിൽ ഈ CP ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസമാണ് സത്യം ഈ പാർട്ടിയുടെ പോളിസി പറഞ്ഞു. ഷാജഹാൻ സാറിനൊക്കെ അറിയുണ്ടാവും. ഈ വിദേശ മൂലധനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ നിക്ഷേപത്തിലൂടെ കേരളത്തെ വളർത്താൻ നമുക്ക് കഴിയണമെന്നുള്ള രീതിയിലേക്ക് പാർട്ടി മാറിയപ്പോൾ സ്വകാര്യ നിക്ഷേപം, അതുകൊണ്ടാണല്ലോ ഈ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞ TP ശ്രീനിവാസനെ തെരുവിലിട്ട് ആക്രമിച്ച ആളുകൾക്ക് ഇന്ന് സ്വകാര്യ യൂണിവേഴ്സിറ്റി കേരളത്തിലാകാമെന്ന് ബഡ്ജറ്റിൽ പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്ന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഈ കേരളത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്ര പ്രശ്നം ഉണ്ട്. അത് ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് വാഗ്ദാനമാണല്ലോ പറഞ്ഞത് 2,500 രൂപ കൊടുക്കട്ടെ, പാവപ്പെട്ടവർ 2,500 3,000 കൊടുക്കട്ടെ. ഞാൻ പറയുന്നു 2 രൂപ സെസ്സിന് വേണ്ടിയിട്ട് 16,000-ഓളം കോടി രൂപ പിരിച്ചിട്ടില്ലേ? ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ 5 മാസത്തെ പെൻഷൻ കൊടുത്തൂടെ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ പ്രശ്നക്കാരും അല്ലെങ്കിൽ ഈ രീതിയിലുമൊക്കെ ആക്കുന്ന സമയമാണ് ഈ കേരളത്തിനകത്തുള്ളത്. പക്ഷെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവ് ഇത് ഒരു ഗിമിക്കാണ്.